ഹായ് ഓൾ, വെൽക്കം ടു ജലൻ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ K3 എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നുമുള്ള PYQs ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആൽക്കൈൻ. ഓക്കെ, സോ ആൽക്കൈനിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. നമുക്ക് 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ആൽക്കൈനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളായിട്ടുള്ള ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ അല്ലെ ഹൈഡ്രോകാർബൺസിന്റെ പ്രധാന വിഭാഗങ്ങളുടെ ഫോർമുല, ജനറൽ ഫോർമുല നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. C4H6 ആണ് ആൽക്കൈൻ ആയിട്ട് വരുന്നത്. കാരണം ആൽക്കൈൻസ് എന്താണ്, ഹൈഡ്രോകാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ ജനറൽ ഫോർമുല നമുക്കറിയാം CnH2n-2, CnH2n-2. അപ്പോൾ അതുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ഫോർമുല നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും CnH2n-2 ആയിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? C4H6 ആണ്. ഓക്കെ, ഇവിടെ C4H6 n എത്രയാണ്? നമുക്ക് 4 ആണ് കിട്ടുന്നത്. ദെൻ 2n-2 എന്ന് പറയുമ്പോൾ 2 times 4 that is 8. 8 - 2 എത്രയാണ്? 6. ഓക്കെ, അപ്പം കാർബണിന്റെ എണ്ണം 4ഉം ഹൈഡ്രജന്റെ എണ്ണം 2n-2 ആയിട്ടുള്ള 6 വരുന്നു. ഓക്കെ, സോ C4H6 ആയിരിക്കും എന്ത് കാറ്റഗറിയിൽ വരുന്നത്? ആൽക്കൈൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇവയുടെ ജനറൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടെത്താനുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗിവ് എ പ്ലസന്റ് സ്മെൽ ഓഫ് എസ്റ്റർ വെൻ ഹീറ്റഡ് വിത്ത് എത്തനോൾ ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് CH3, CH2OH, ദെൻ CH3OH, CH3CHO, CH3COOH. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എഥനോളുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എഥനോളുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എസ്റ്റർ തരുന്ന പ്രൊഡക്റ്റ്, ഒന്നും കൂടി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് ഒന്നും കൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, which of the following will give a pleasant smell of ester when heated with ethanol and small quantity of sulfuric acid. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ എഥനോളുമായിട്ടും അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് പ്ലസന്റ് സ്മെൽ ഓഫ് എസ്റ്റർ തരുന്നത് ഇതിൽ ഏത് കോമ്പൗണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളത് CH3CH2OH, CH3OH, ദെൻ CH3CHO, ലാസ്റ്റ് CH3COOH. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ഇവിടെ പ്രൊഡക്റ്റ് വരുന്നത്? ഓക്കെ, നിങ്ങളൊന്ന് ഗസ് ചെയ്യാം, ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് ഓപ്ഷൻ ഡി ആണ് അല്ലെ, CH3COOH ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം എന്താണ്, നമുക്കറിയാം അല്ലെ, ഒരു ആൽക്കഹോൾ, എഥനോൾ പോലെയുള്ള ഒരു ആൽക്കഹോൾ. ഓക്കെ, when an alcohol is heated with a carboxylic acid, okay, alcohol is treated with carboxylic acid in the presence of a small amount of concentrated sulfuric acid, an esterification reaction occurs. This produces an ester which usually has a pleasant fruity smell. ഓക്കെ, നമ്മൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്താണ്? ഒരു ആൽക്കഹോളും ആസിഡും തമ്മിലുള്ളത് അല്ലെ, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു എസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ആൽക്കഹോൾ പ്ലസ് കാർബോക്സിലിക് ആസിഡ് ഗിവ്സ് എസ്റ്റർ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, സോ അത് പ്രകാരം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്, അല്ലെങ്കിൽ എത്തനോൾ തന്നെയാണ് തന്നിട്ടുള്ളത്, നോട്ട് എ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യം നമ്മുടെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് എസ്റ്റർ തരുന്ന കോമ്പൗണ്ട് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ആൽക്കഹോൾ ആണ്. അപ്പൊ ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ നമുക്ക് എസ്റ്റർ കിട്ടില്ല. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഥനോൾ ആണ്. CH3OH എന്ന് പറയുന്നത് മെഥനോൾ ആണ്, അതും എന്ത് തന്നെയാണ്, ഒരു ആൽക്കഹോൾ ആണ്. ഓക്കെ, ആസിഡ് അല്ല. ദെൻ അടുത്ത കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ CH3CHO എന്ന് പറഞ്ഞാൽ അതൊരു ആൽഡിഹൈഡ് ആണ് അല്ലെ. CHO ഗ്രൂപ്പ് വരുന്നത് ഏതായിരിക്കും? CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ആൽഡിഹൈഡ് വിഭാഗത്തിൽ വരുന്ന കോമ്പൗണ്ട് ആണ്.
അപ്പം അതും കാർബോക്സിലിക് ആസിഡ് അല്ല, ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്താലാണ് നമുക്ക് എസ്റ്റർ കിട്ടുക. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ CH3COOH. COOH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? അസെറ്റിക് ആസിഡ് ആണ് അല്ലെ. CH3COOH അസെറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ്. ഓക്കെ, സോ ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ്, അപ്പം ഈ ഒരു കോമ്പൗണ്ട്, ഈ പറയുന്ന നമ്മുടെ കാർബോക്സിലിക് ആസിഡ് നമ്മുടെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ഓപ്ഷൻ ഡി ആണ്. ഇതാണ് നമ്മുടെ ആസിഡ്. അപ്പം ഇത് നമ്മുടെ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ കിട്ടും. സോ അതിന്റെ ബേസിസിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: C4H6 belongs to the homologous series of. ഓക്കെ, അപ്പം C4H6 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്, അത് ഏത് ഹോമോലോഗസ് സീരീസിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളത് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ദെൻ സൈക്ലോ ആൽക്കെയിൻസ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, C4H6 എന്ന് പറയുമ്പോഴാണ്, അപ്പൊ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ ജനറൽ ഫോർമുല, അത് വെച്ചിട്ടാണ് ഇവിടെയും നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. അപ്പോൾ C4H6 എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന് നോക്കിയാൽ ഏത് വിഭാഗത്തിലായിരിക്കും? ആൽക്കൈൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം ജനറൽ ഫോർമുല ഫോർ ആൽക്കൈൻ നമുക്കറിയാം CnH2n+2 ആണ്. ഇനി ആൽക്കീനിന്റെ കേസിൽ എന്തായിരിക്കും? CnH2n ആണ് അല്ലെ. കാർബണിന്റെ എണ്ണത്തിന്റെ ട്വൈസ് ആയിരിക്കും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. ഇനി ആൽക്കൈൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വരുമ്പോൾ CnH2n-2 ആയിരിക്കും അതിന്റെ ജനറൽ ഫോർമുല. ഇനി സൈക്ലോ ആൽക്കൈൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മുടെ ആൽക്കീനിനോട് സിമിലർ ആണ് CnH2n എന്ന് പറയുന്നതാണ് അതിന്റെയും ജനറൽ ഫോർമുല. ദെൻ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? C4H6 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്നും N=4 ആണ് അല്ലെ. N=4, അതായത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് N, which is equal to 4. അങ്ങനെയാണെങ്കിൽ ഈ 4 വെച്ചിട്ട് ആൽക്കേൻ ആണെന്നുണ്ടെങ്കിൽ ഫോർമുല എന്ത് വരും? CnH2n+2 പ്രകാരം C4H10 ആയിരിക്കും ഫോർമുല വരാം. ഇനി N=4 വെച്ചിട്ട് ആൽക്കീൻ ആണെന്നുണ്ടെങ്കിൽ ഫോർമുല വരുന്നത് C4H10 അല്ലെ. 4ന്റെ നേരെ ട്വൈസ് അല്ലെ, അല്ലെങ്കിൽ ഡബിൾ. സോ C4H8 ആയിരിക്കും ആൽക്കീനിന്റെ ഫോർമുലയായിട്ട് വരുന്നത്. അതേപോലെ N=4നെ സംബന്ധിച്ച് ആൽക്കൈൻസിന്റെ ഫോർമുല എന്ത് വരും? C4H6 അല്ലെ. 4ന്റെ ട്വൈസ് -2 ചെയ്യണം. ഓക്കെ, C4H6 എന്ന് കിട്ടും. ഇനി സൈക്ലോ ആൽക്കൈൻസ് ആണെന്നുണ്ടെങ്കിൽ ആൽക്കീൻസിന്റെ അതേ ഫോർമുല തന്നെയാണ് C4H8 കിട്ടും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? C4H6. അതെവിടെയാണ് കിട്ടിയിട്ടുള്ളത്? Nന്റെ കേസിൽ N=4 കൊടുക്കുമ്പോൾ, ഓക്കെ, N=4 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതുമായിട്ടാണ്? ആൽക്കൈനിന്റെ ജനറൽ ഫോർമുലയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ C4H6 എന്ന് പറയുന്ന ആ ഒരു ഫോർമുല മാച്ചസ് ദ ജനറൽ ഫോർമുല ഫോർ ആൽക്കൈൻസ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൽക്കൈൻസ് ആയിരിക്കും. ഓക്കെ, സോ തന്നിട്ടുള്ള C4H6 എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആൽക്കൈൻ എന്ന് പറയുന്ന ഹോമോലോഗസ് സീരീസിലായിരിക്കും അത് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയും നമ്മുടെ ജനറൽ ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഗിവൺ കോമ്പൗണ്ടിൽ Nന്റെ വാല്യൂ മനസ്സിലാക്കുക. അത് നമ്മുടെ ആൽക്കൈൻ്റെ ഫോർമുലയുമായിട്ടാണോ ആൽക്കൈൻ അല്ലെങ്കിൽ സൈക്ലോഗിൻ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് ഇവിടെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ജനറൽ ഫോർമുല എഗെയിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഗിവ് ദ IUPAC നെയിം ഓഫ് നിയോപെൻറ്റേൻ. ഓക്കെ, നിയോപെൻറ്റേനിന്റെ IUPAC നെയിം കണ്ടെത്താനാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്: 2,2-dimethyl propyne, 2-methyl pentane, then normal pentane, then 3-methyl pentane. ഓക്കെ, അപ്പം നിയോപെൻറ്റേൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു കോമൺ നെയിമാണ്. ധാരാളം കോമ്പൗണ്ട്സിന് കോമൺ നെയിം ഉണ്ട്. എന്നാൽ IUPAC നെയിം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ സയന്റിഫിക് നെയിം നമ്മൾ ധാരാളം റൂൾസ് പഠിക്കുന്നുണ്ട് അല്ലെ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ധാരാളം റൂൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കോമ്പൗണ്ടിനും നെയിം ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം നെയിം ചെയ്തിട്ടുള്ള സയന്റിഫിക് നെയിമാണ് IUPAC നെയിം എന്ന് പറയുന്നത്. അപ്പൊ നിയോപെൻറ്റേനിന്റെ IUPAC നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിയോപെൻറ്റേന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അതായത് ടോട്ടൽ 5 കാർബൺസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ
ഒരു സ്ട്രെയിറ്റ് ചെയിൻ, 3 കാർബൺ അടങ്ങുന്ന ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്. അതിലെ സെൻട്രൽ കാർബൺ ആറ്റത്തിലേക്ക് 2 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിയോപെൻറ്റേൻ കോമൺ നെയിം ആണ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ കാർബൺ ആറ്റം ബോണ്ടഡ് ടു 4 മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഒരു സെൻട്രലിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, അത് മറ്റ് 4 മീഥൈൽ ഗ്രൂപ്പ്, മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ആണ്, 4 CH3 ഗ്രൂപ്പുമായിട്ട് ഇത് ബോണ്ടഡ് ആയിരിക്കും. ഓക്കെ, സോ മോളിക്കുലാർ ഫോർമുല വരുന്നത് C5H12 എന്നായിരിക്കും. ദെൻ ഇതിന്റെ നമ്മൾ IUPAC പ്രകാരം IUPAC പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നെയിം ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലോങ്സ്റ്റ് ചെയിൻ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 3 കാർബൺ അടങ്ങുന്നതായിരിക്കും അല്ലെ. പ്രൊപ്പൈൻ ആയിരിക്കും ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ. ഇതായിരിക്കും ഇതിന്റെ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് വരുന്നത്. ദെൻ 2 മീഥൈൽ ഗ്രൂപ്പ്സ് എന്തുണ്ട്? അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ കാർബൺ അല്ലെങ്കിൽ സെക്കൻഡ് കാർബൺ അല്ലെ. നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇത് 1, ഇത് 2, 3. ഓക്കെ, തേർഡ്. ഓക്കെ, സെക്കൻഡ് കാർബൺ ആറ്റത്തിലേക്ക് 2 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം എങ്ങനെയായിരിക്കും വരിക? 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ അല്ലെ. ഇതാണ് പ്രൊപ്പൈൻ ആണ് ലോങ്സ്റ്റ് ചെയിൻ. സെക്കൻഡ് കാർബണിലേക്ക് 2 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ IUPAC നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം വരുന്നത് 2,2 ഡൈമീഥൈൽ അല്ലെ. കാരണം സെക്കൻഡ് പൊസിഷനിൽ തന്നെ 2 സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നിട്ടുള്ളത് കൊണ്ട് 2 പ്രാവശ്യം ആ നമ്പർ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, 2,2 ദെൻ ഡൈ മീഥൈൽ അല്ലെ. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, സോ ഡൈമീഥൈൽ. അതിനുശേഷം പാരന്റ് ചെയിൻ. പാരന്റ് ചെയിൻ 3 കാർബൺ ഉള്ളതാണ്, അതുകൊണ്ട് പ്രൊപ്പൈൻ. ദെൻ ANE വരാൻ കാരണം എല്ലാം തന്നെ സിംഗിൾ ബോണ്ട് ആണ്, സോ പ്രൊപ്പൈൻ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന് ഈ ഒരു പേര് വരാം. ഓക്കെ, സോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നതാണ് എന്തിന്റെ IUPAC നെയിം? നിയോപെൻറ്റേൻ്റെത്. ഓക്കെ, നിയോപെൻറ്റേൻ. അപ്പം ഇത് ആക്ച്വലി എന്താണ്? ഒരു ഐസോമർ ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, നോക്കിക്കേ, ചെയിൻ ഐസോമറിസത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ സാധാരണ പെൻറ്റേൻ ആണ്. ഓക്കെ, നോർമൽ പെൻറ്റേൻ. സോ ഇതിൽ 5 കാർബൺ ആറ്റംസും സ്ട്രെയിറ്റ് ചെയിനിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അടുത്തൊരു കോമ്പൗണ്ട് നോക്കിക്കേ, മീഥൈൽ ബ്യൂട്ടൻ. ഓക്കെ, മീഥൈൽ ബ്യൂട്ടൻ, അതായത് 4 കാർബൺ ആറ്റംസ് ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ മീഥൈൽ ബ്യൂട്ടൻ അല്ലെങ്കിൽ ഇതിന്റെ കോമൺ നെയിം ആണ് ഐസോപെൻറ്റേൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഐസോപെൻറ്റേൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നിയോപെൻറ്റേൻ. ഓക്കെ, ദാറ്റ് ഈസ് ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ, ഡൈ മീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, അതായത് 3 കാർബൺ ഉള്ളതാണ് ഇവിടുത്തെ പാരന്റ് ചെയിൻ. അതിലേക്ക് 2 CH3 സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 4 കാർബൺ ഉള്ളതാണ് പാരന്റ് ചെയിൻ, ഒരു CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം ആക്ച്വലി എന്താണ്? ചെയിൻ ഐസോമറിസം ആണ് അല്ലെ. അതായത് ചെയിനിലാണ് ഇവിടെ എല്ലാം വ്യത്യാസം വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെയൊക്കെ ഈ ഒരു കോമ്പൗണ്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എല്ലാത്തിൻ്റെയും ഒരുപോലെ ആയിരിക്കും, എന്നാൽ ചെയിനിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടൈൻ്റെ കേസിൽ നോർമൽ ബ്യൂട്ടൈൻ ഉണ്ട്, അതായത് സ്ട്രെയിറ്റ് ചെയിനിലുള്ള സാധാരണ നമ്മുടെ 4 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ബ്യൂട്ടൈൻ ഉണ്ട്. അതേപോലെ തന്നെ ഐസോ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ 3 കാർബൺ ഉള്ള ഒരു സ്ട്രെയിറ്റ് ചെയിനിലേക്ക് ഒരു CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, അതാണ് ഐസോബ്യൂട്ടൈൻ. ഓക്കെ, സോ ഇത് രണ്ടും എന്താണ്? ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ നോക്കിയ കേസ് ഐസോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഓക്കെ, 2 മീഥൈൽ പ്രൊപ്പൈനെയാണ് ഐസോബ്യൂട്ടൈൻ എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്നത്. അതേപോലെ 2 മീഥൈൽ ബ്യൂട്ടൈൻ ഉണ്ട്. 2 മീഥൈൽ ബ്യൂട്ടൈൻ അറിയപ്പെടുന്നത് എന്താണ്? ഐസോപെൻറ്റേൻ എന്ന കോമൺ നെയിമിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ, ദെൻ നമ്മൾ കണ്ട എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നിയോപെൻറ്റേൻ എന്ന കോമൺ നെയിമിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ 2 മീഥൈൽ പ്രൊപ്പൈൻ്റെ കോമൺ നെയിം ആണ് ഐസോബ്യൂട്ടൈൻ, 2 മീഥൈൽ ബ്യൂട്ടൈൻ്റെ കോമൺ നെയിം ഐസോപെൻറ്റേൻ, 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ്റെ കോമൺ നെയിം ആണ് നിയോപെൻറ്റേൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഓഫ് ഹെക്സേൻ ദാറ്റ് ഈസ് C6H14 ഈസ്. അതായത് C6H14 അല്ലെങ്കിൽ ഹെക്സേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതായത് നമ്മുടെ ഹൈഡ്രോ കാർബൺ ആണ്, അതിന്റെ നമ്പർ ഓഫ് ഐസോമേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ആ ഒരു കോമ്പൗണ്ടിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളത് 8, 7, 6, 5. ഓക്കെ, എത്ര ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 5 ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ സാധാരണ നമ്മുടെ ആൽക്കെയിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 10 കാർബൺ അടങ്ങുന്ന ആൽക്കെയിൻസ് വരെയുള്ളത് തന്നിട്ടുണ്ട്. അതിന്റെ മൊളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ ജനറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇതിന്റെ നമ്പർ ഓഫ് പോസിബിൾ ഐസോമേഴ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 കേസുകൾ ദെൻ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയും ഇടയ്ക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 കോമ്പൗണ്ടിന്റെ കേസിൽ, അതായത് മീതേൻ, ഈതേൻ, പ്രൊപ്പേൻ, ഇവയ്ക്ക് എന്തില്ല? ഐസോമറുകൾ ഇല്ല. കണ്ടോ, 0 ആണ്. കാരണം ഇവയ്ക്ക് ഒറ്റ ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ മീതേന്റെ കേസിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഈതേന്റെ കേസിൽ CH3 ആ ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ഉള്ളൂ. അതുപോലെ പ്രൊപ്പേന്റെ കേസിലും CH3 CH2 CH3 അതെങ്ങനെയൊക്കെ മറിച്ചും തിരിച്ചു വിട്ടാലും ഒറ്റ ഒരു സ്ട്രക്ചറേ പോസിബിൾ ആവുള്ളൂ. സോ അവയ്ക്ക് മറ്റ് ഐസോമേഴ്സ് ഇല്ല. ഓക്കെ, ഇനി ബ്യൂട്ടേന്റെ കേസിൽ എത്രയുണ്ട്? 2 ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, ബ്യൂട്ടേന്റെ കേസിൽ 2 ഐസോമേഴ്സ് പോസിബിൾ ആണ്. കാരണം ഒരു CH3 എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിട്ട് വരാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് വരാം. അതേപോലെ ഒരു CH3 ഇതിലെ ഈ നടുക്കുള്ള ഈ സെക്കൻഡ് കാർബണിലേക്ക് ഒരു ബ്രാഞ്ചുമായിട്ടും കൂടെ അറ്റാച്ച്മെന്റ് വരാം. അങ്ങനെ 2 ഐസോമേഴ്സ് ആണ് ബ്യൂട്ടേനുള്ളത്. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു അല്ലെ, ബ്യൂട്ടേന്റെ കേസിൽ നോർമൽ ബ്യൂട്ടേനും ഐസോബ്യൂട്ടേനും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടേനും കേട്ടോ. അപ്പൊ അത് തന്നെയാണ്. സോ അത്തരത്തിലുള്ള 2 സ്ട്രക്ചേഴ്സ് ആണ് ബ്യൂട്ടേന്റെ ഐസോമേഴ്സ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് നോർമലും പിന്നെ ഒന്ന് ഒരു ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇനി പെന്റേന്റെ കേസ് എടുത്താൽ എത്രയുണ്ട്? 3 ഐസോമേഴ്സ് പോസിബിൾ ആണ്. 3 ഐസോമേഴ്സ്, അതായത് ഈ ഒരു CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ബ്രാഞ്ച് ആയിട്ട് വരാം. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ ഇവിടേക്കും ബ്രാഞ്ച്, അതായത് പൊസിഷൻ തന്നെ ബ്രാഞ്ചിന്റെ തന്നെ പൊസിഷൻ വ്യത്യാസപ്പെട്ട് 2 രീതിയിൽ വരാം. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 3 ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഹെക്സേന്റെ കേസിൽ എത്രയായിരിക്കും? 5. കണ്ടോ, ഹെക്സേന്റെ കേസിൽ 5 ഐസോമേഴ്സ് പോസിബിൾ ആണ്. അതായത് നോർമൽ ബ്രാഞ്ചിങ് ഇല്ലാത്ത സ്ട്രെയിറ്റ് ചെയിൻ, അതുപോലെ തന്നെ CH3 ഗ്രൂപ്പ് എന്താണ് പൊസിഷൻ മാറി ഡിഫറെന്റ് പൊസിഷൻസിൽ ബ്രാഞ്ച് ആയിട്ട് വരുന്ന കേസും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 5 ഐസോമേഴ്സ് പോസിബിൾ ആണ്. ദെൻ ഹെപ്റ്റൈന്റെ കേസിൽ 9 ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഒക്ടേന്റെ കേസിൽ 18 ഐസോമേഴ്സ് പോസിബിൾ ആണ്. നൊണ്ണൈന്റെ കേസിൽ, അതായത് 9 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ്, അതിന്റെ കേസിൽ 35 ഐസോമേഴ്സ് ഉണ്ടാവും. അതുപോലെ ഡെക്കേന്റെ കേസിൽ, അതായത് 10 കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കെയിൻ ആണ്, അതിന്റെ കേസിൽ എത്ര ഐസോമേഴ്സ് ഉണ്ട്? 75 ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഏർലി മെമ്പേഴ്സിന്റെ കേസ് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ട് പോവുക. പറ്റുന്നവർ ഈ ഒരു ടേബിൾ മുഴുവൻ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ ആദ്യത്തെ 3 കേസിൽ ഐസോമേഴ്സ് ഇല്ല എന്ന് പറയാം. ഒറ്റ ഒരു സ്ട്രക്ചർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ദെൻ ബ്യൂട്ടേന്റെ കേസ് വരുമ്പോൾ 2, പെന്റേന്റെ കേസിൽ 3, ഹെക്സേന്റെ കേസിൽ 5. ഓക്കെ, ദെൻ ഹെപ്റ്റൈന്റെ കേസിൽ 9 ഐസോമേഴ്സ്. ഇത്രയും ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള എന്തായിരുന്നു? ഹെക്സേൻ ആണ് അല്ലെ. ഹെക്സേന്റെ കേസിൽ 5 ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഹെക്സേന്റെ കേസിൽ 5 ഐസോമേഴ്സ് ആണ് ഹെക്സേനിന് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ. സോ നമ്പർ ഓഫ് പോസിബിൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് കണക്ടിവിറ്റി ആയിരിക്കും സ്ട്രക്ചറൽ ഐസോമേഴ്സിന് ഉണ്ടായിരിക്കുക. അപ്പം ഹെക്സേന്റെ കേസിൽ ഈ കാണുന്ന 5 എണ്ണമാണ് ഹെക്സേന്റെ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഹെക്സേൻ ആണ്, അതായത് ബ്രാഞ്ചിങ് ഇല്ലാത്ത ആ ഒരു സ്ട്രക്ചർ. പിന്നെ എന്ത് വരാം? 2 മീഥൈൽ പെന്റൈൻ വരാം. ഓക്കെ, അതായത് 2ാമത്തെ പൊസിഷൻ അല്ലെ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് 2ാമത്തെ പൊസിഷനിലൊരു മീഥൈൽ ഗ്രൂപ്പ് വരാം. അതുപോലെ ഇവിടെ ടെർമിനൽ ഭാഗം സൂചിപ്പിക്കുന്നത് എന്തിനെ തന്നെയാണ്? ഇതൊക്കെ CH3 ആണ്. ഓക്കെ, CH3, ഇതും CH3 ആണ്. അതുപോലെ ഇവിടെ വരുന്നത് CH2, ഇവിടെ വരുന്നത് CH2, ദെൻ ഇവിടെ CH. ഈ രീതിയിലായിരിക്കും വരാം. ഓക്കെ, സോ 2 മീഥൈൽ പെന്റൈൻ വരുന്നുണ്ട്. അതുപോലെ 3 മീഥൈൽ പെന്റൈൻ. ഈ ഒരു ബ്രാഞ്ചിന്റെ പൊസിഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ഇവിടെ 2 മീഥൈൽ, അതായത് 2ാമത്തെ കാർബണിൽ നിന്ന് 3ാമത്തെ കാർബണിലേക്ക് ബ്രാഞ്ചിന്റെ പൊസിഷൻ മാറുന്നു. പിന്നെ എന്ത് വരാം? 2, 3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ, അതായത് 4 കാർബൺ ഉള്ള ഒരു
സ്ട്രെയിറ്റ് ചെയിനിലേക്ക് 2 പൊസിഷനിലേക്ക് ബ്രാഞ്ചിങ് വന്നിരിക്കുന്നു. 2 ഡിഫറെന്റ് പൊസിഷനിലേക്ക് ബ്രാഞ്ചിങ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ CH3 ആണ്. ഈ അറ്റത്തുള്ളതെല്ലാം CH3 ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ എത്ര വരും? CH. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൻ. അതായത് 4 കാർബൺ ഉള്ളതിൽ തന്നെ ഒരേ പൊസിഷനിൽ തന്നെ രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ് 2 ബ്രാഞ്ചിങ് വരുന്ന കേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 എണ്ണവുമാണ് എന്ത് ഹെക്സേന്റെ പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സോ ഓൾ ദ ഐസോമേഴ്സ് ഫോർ C6H14 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോർമൽ ഹെക്സേൻ. ഓക്കെ, അതായത് ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാത്ത സ്ട്രക്ചർ. ദെൻ 2 മീഥൈൽ പെൻറ്റേൻ. 2 മീഥൈൽ കണ്ടോ, സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ബാക്കി പെൻറ്റേൻ എന്ന് പറയുന്നത് പാരന്റ് ചെയിൻ ആയിട്ട് വരുന്നു. 3 മീഥൈൽ പെൻറ്റേൻ. ഓക്കെ, പാരന്റ് ചെയിൻ പെൻറ്റേൻ തന്നെ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ 3 മൂന്നാമത്തെ കാർബണിലേക്ക് മാറി. ദെൻ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. പാരന്റ് ചെയിൻ ഇവിടെ ബ്യൂട്ടേൻ ആണ്, സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. ദെൻ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ ഉണ്ട്. അതായത് പാരന്റ് ചെയിൻ ബ്യൂട്ടേൻ ആണ്, സെക്കൻഡ് കാർബണിലേക്കും തേർഡ് കാർബണിലേക്കും മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഓക്കെ, സോ ഇത്രയാണ് ടോട്ടലായിട്ടും ഹെക്സേന്റെ ഐസോമേഴ്സ്. അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും ഇങ്ങനെ സ്ട്രക്ചർ എഴുതി കണ്ടുപിടിച്ചില്ലെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടേബിൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൽക്കേൻസിന്റെ കേസിൽ ഐസോമേഴ്സിന്റെ എണ്ണം എഴുതാവുന്നതാണ്. ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ചോദ്യം നോക്കാം. കോമ്പൗണ്ട് വിച്ച് ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വുഡ് സ്പിരിറ്റ്. ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത്? എത്തനോൾ ഉണ്ട്, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉണ്ട്, മെത്തനോൾ ഉണ്ട്, ദെൻ ഫോർമാൽഡിഹൈഡ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോൾ ആണ്. ഓക്കെ, മെത്തനോൾ. മെത്തനോൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒറ്റ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ദെൻ ആൽക്കഹോൾ എന്ന് പറയുന്ന OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഫോർമുല എങ്ങനെ വരാം? CH3OH അല്ലെ. ഇതാണ് മെത്തനോൾ. അപ്പൊ ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? വുഡ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത്. സോ മെത്തനോൾ എന്താണ്? ഗോട്ട് ദിസ് നെയിം ബിക്കോസ് ഇറ്റ് വാസ് ഒറിജിനലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ്. അപ്പോൾ വുഡിനെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് മുൻകാലങ്ങളിൽ ഇത് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വുഡ് സ്പിരിറ്റ് എന്നുള്ളൊരു പേര് വരാൻ കാരണം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മീഥൈൽ ആൽക്കഹോൾ അല്ലെ. മെത്തനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. റൈറ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. അപ്പം നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, അതിന്റെ നെയിം ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, നെയിം ഐഡന്റിഫൈ ചെയ്യാൻ. സ്ട്രക്ചർ എന്താണ്? CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് COH CH3. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, CH ഡബിൾ ബോണ്ട് C ഉണ്ട്. അതേപോലെ തന്നെ എന്തും കൂടി ഉണ്ട്, ഈ സിയിൽ എന്തുണ്ട്? OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ, ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ IUPAC അനുശാസിക്കുന്ന നിയമങ്ങൾ പ്രകാരം ഇതിന്റെ നെയിം ഏതായിരിക്കും? ഓപ്ഷൻസ് ഏതൊക്കെയുള്ള? 2-ഹൈഡ്രോക്സി ഹെക്സേൻ, ദെൻ 2-ഹൈഡ്രോക്സി ഹെക്സ് 2-ഈൻ, അതുപോലെ ഹെക്സൻ 2-ഓൾ, ദെൻ ഹെക്സ് 2-ഈൻ 2-ഓൾ. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഹെക്സ് 2-ഈൻ 2-ഓൾ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 6 കാർബൺ ഉള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ലോങ്സ്റ്റ് ചെയിൻ 6 കാർബൺ ഉണ്ട്. 1 2 3 4 5 6. ഓക്കെ, ടോട്ടൽ 6 കാർബൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. പിന്നെ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റുകൾക്കൊക്കെ എന്ത് ചെയ്യണം? ചെറിയ നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം അല്ലെ. അപ്പൊ ഇവിടുത്തെ OH അതുപോലെ ഈ ഡബിൾ ബോണ്ട് ഇതിനൊക്കെ ചെറിയ നമ്പർ കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന സമയത്താണ് അല്ലെ. ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും കിട്ടുക. അപ്പൊ അത് നമ്മൾ എടുക്കില്ല, നമ്മൾ എപ്പോഴും ചെറിയ നമ്പർ കിട്ടുന്നത് എടുക്കുക. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് എടുക്കേണ്ടത്. സോ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇവിടെ കറക്റ്റ് നമ്പറിംഗ്. ഓക്കെ, സോ ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത്, ഇത് ഡബിൾ ബോണ്ട് വരുന്ന കാർബണിനും OH ഗ്രൂപ്പ് വരുന്ന കാർബണിന്റെയും നമ്പർ എത്ര തന്നെയാണ്? സെയിം ആണ് അല്ലെ, 2 അല്ലെ. സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ടും OH ഗ്രൂപ്പും വരുന്നത് അല്ലെ. സോ അത് പ്രകാരം വെൻ നമ്പർ ഫ്രം റൈറ്റ് ടു റൈറ്റ് ഫോർ ലോവസ്റ്റ് നമ്പർ, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കറക്റ്റ് നമ്പറിംഗ്. സോ ഫോർ ഡബിൾ ബോണ്ട് ആൻഡ് OH, ഇപ്പോൾ ഡബിൾ ബോണ്ടിനും OH നും
ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഡബിൾ ബോണ്ട് അറ്റ് പൊസിഷൻ 2 അല്ലെ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വരുന്നത് സെക്കൻഡ് കാർബണിലാണ്. അതുപോലെ OH ഗ്രൂപ്പിന്റെ പൊസിഷനും വരുന്നത് സെക്കൻഡ് കാർബണിലാണ് അല്ലെ. ഇതാ ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലല്ലേ, സെക്കൻഡിനും തേർഡിനും ഇടയിൽ. അപ്പൊ നമ്മൾ ഏത് നമ്പർ എടുക്കുക? 2 എടുക്കും. അതുപോലെ OH വരുന്നത് ഏതിലാണ്? സെക്കൻഡ് കാർബണിൽ തന്നെയാണ് OH വരുന്നത്. സോ ഇതിന്റെ പേര് എങ്ങനെയായിരിക്കും? കറക്റ്റ് നെയിം എന്ന് പറയുന്നത് ഹെക്സ്. ഹെക്സ് എന്ന് പറയാൻ കാരണം ടോട്ടൽ 6 കാർബൺ ഉണ്ട്. ദെൻ 2 ഇൻ അല്ലെ, സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്, അപ്പൊ 2 ഇൻ. ദെൻ സെക്കൻഡ് പൊസിഷനിൽ തന്നെ OH ഉണ്ട്, സോ 2 ഓൾ. ഓക്കെ, സോ ഹെക്സ് 2 ഇൻ 2 ഓൾ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ കറക്റ്റ് നെയിം. ഓപ്ഷൻ ഡി. ഓക്കെ, സോ നമ്പർ ചെയ്യാം. പാരന്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. പാരന്റ് ചെയിൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, അതിനുശേഷം നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റുകൾക്ക് എപ്പോഴും ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആയിരിക്കണം എടുക്കേണ്ടത്. സോ ഇത് പ്രകാരം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കറക്റ്റ്. അപ്പം ഡബിൾ ബോണ്ട് വരുന്നതും OH ഗ്രൂപ്പ് വരുന്നതും സെക്കൻഡ് കാർബണിൽ തന്നെയാണ്. സോ ഹെക്സ് 2 ഇൻ 2 ഓൾ ആയിരിക്കും ഇതിന്റെ നെയിം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, ദ IUPAC നെയിം ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് ഈസ്. ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതിന്റെ IUPAC നെയിം കണ്ടെത്താനാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 2-oxy pendant 4-ol, then 2-hydroxy pendant 4-on, then 4-hydroxy pendant 2-on and 4-keto pendant 2-ol. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാരന്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. പാരന്റ് ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ചെയിൻ ആയിരിക്കും നമ്മുടെ പാരന്റ് ചെയിൻ ആയിട്ട് വരാം. ദെൻ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ചെയ്യണം അല്ലെ. നമ്പർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? എൻഡ് ക്ലോസസ് ടു ദ കീറ്റോൺ. ഓക്കെ, അപ്പൊ കീറ്റോണിന്റെ എൻഡിൽ നിന്നുമാണ് നമ്മൾ നമ്പറിങ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമ്മുടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ ആക്ച്വലി 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലെ. കീറ്റോ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പ് ആണ്. അതുപോലെ OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ കീറ്റോ ഗ്രൂപ്പ് ആണ് പ്രിഫറൻസ് ഉള്ളത്. സോ കീറ്റോ ഗ്രൂപ്പിനായിരിക്കണം എപ്പോഴും ചെറിയ നമ്പർ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു എൻഡിൽ നിന്നായിരിക്കണം നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഇത് 1, then 2, 3, 4 and 5. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യാം. സോ കാർബൺ 1 എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പ് ആണ്. ഈ ഒരു ടെർമിനൽസിലെല്ലാം എന്തായിരിക്കും? CH3 ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ കാർബൺ 2ൽ എന്താ ഉള്ളത്? C ഡബിൾ ബോണ്ട് O ഉണ്ട് അല്ലെ. സോ കാർബണിൽ ഗ്രൂപ്പ് ആണുള്ളത്, ദാറ്റ് ഈസ് ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ. ഓക്കെ, ദെൻ കാർബൺ 3ൽ എന്താ ഉള്ളത്? ഈ ഒരു ഭാഗം എന്തായിരിക്കും? CH2 ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. ദെൻ കാർബൺ 4 എന്ന് പറയുന്നത് CHOH ആണല്ലേ. ഇവിടെ CHOH ആണ് വരുന്നത്. ഇവിടേക്ക് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ കാർബൺ 5 എന്ന് പറയുന്നത് അഗൈൻ ടെർമിനൽ ആണ്. സോ അവിടെയും എന്തായിരിക്കും? CH3 ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാണ്? സോ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് പെൻഡേൻ ആണ് അല്ലെ. നമ്മളിങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5 ടോട്ടൽ 5 കാർബൺസ് ഉണ്ട്. സോ പെൻഡേൻ ആണ് നമ്മുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, 5 കാർബൺ ആറ്റംസിന്റെ റോ ഉള്ളത് കൊണ്ട് പെൻഡേൻ ആണ് പാരന്റ് ചെയിൻ. ഓക്കെ, അപ്പൊ പെൻഡേൻ. ഇനി അറ്റ് കാർബൺ 2ൽ എന്താ ഉള്ളത്? കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. C ഡബിൾ ബോണ്ട് O ഉണ്ട്. ഓക്കെ, സോ അതിനെ 2 on എന്നായിരിക്കും വരിക. കീറ്റോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ, കീറ്റോ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ 2 on എന്നായിരിക്കും നെയിമിൽ വരിക, കോമ്പൗണ്ടിന്റെ നെയിമിൽ വരാം. ദെൻ അറ്റ് കാർബൺ 4ൽ എന്തുണ്ട്? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, OH ഗ്രൂപ്പ് ഉണ്ട്. സോ നെയിമിൽ എന്തായിട്ടായിരിക്കും വരിക? അത് 4-hydroxy എന്നായിരിക്കും നമ്മുടെ കോമ്പൗണ്ടിന്റെ നെയിമിൽ വരാം. ഓക്കെ, സോ നമ്മുടെ IUPAC നെയിം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരാ? 4-hydroxy pendant 2-on. ഓക്കെ, അതായത് ഇവിടെ കീറ്റോ ഗ്രൂപ്പിനാണ് പ്രിഫറൻസ്. അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കീറ്റോൺ ആണ്. ഇവിടുത്തെ OH എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും ഇതൊരു ആൽക്കഹോൾ അല്ല, പകരം കീറ്റോൺ ആണ്. കാരണം എന്താണ്? OH-നേക്കാൾ പ്രിഫറൻസ് ഉള്ള കീറ്റോ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടോട്ടലി ഒരു കീറ്റോൺ ആണ്. അതിന്റെ പേരിലായിരിക്കും കോമ്പൗണ്ട് വരുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, സോ 4-hydroxy കണ്ടോ, 4ലേക്കാണ് OH വന്നിട്ടുള്ളത്. 4-hydroxy pendant 2-on ഇതായിരിക്കും കോമ്പൗണ്ടിന്റെ നെയിം. ഓക്കെ, അപ്പം ഇതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി
അതേപോലെ തന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആസ്പിരിന്റെ സ്ട്രക്ചർ. ഓക്കെ, ആസ്പിരിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ചോദ്യം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആസ്പിരിന്റെ സ്ട്രക്ചർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഒരു ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും, അതിലേക്ക് ഒരു COOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പൊസിഷനിൽ COOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിന്റെ അഡ്ജസന്റ് പൊസിഷനിലേക്ക് OCO-CH3 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതായത് ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈ ഒരു രീതിയിൽ അല്ലെ ഒരു റൗണ്ട് സ്ട്രക്ചറിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പം COOH ഗ്രൂപ്പും അതുപോലെ OCO-CH3 ഗ്രൂപ്പും അഡ്ജസന്റ് പൊസിഷൻസിൽ ബെൻസീൻ റിംഗിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറാണ് എന്തിനുള്ളത്, ആസ്പിരിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കൂടിയാണ്. ഓക്കെ, ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ദെൻ ആസ്പിരിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാലിസിലിക് ആസിഡിൽ നിന്നുമാണ്. ഓക്കെ, സാലിസിലിക് ആസിഡിൽ നിന്നുമാണ്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് ഒരു OH ഗ്രൂപ്പും COOH ഗ്രൂപ്പും അഡ്ജസന്റ് പൊസിഷൻസിൽ വരുന്നതാണ് സാലിസിലിക് ആസിഡ്. അപ്പം അത് അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആസ്പിരിൻ കിട്ടുന്നത്. ഓക്കെ, ആസ്പിരിൻ. അപ്പൊ ആസ്പിരിന്റെ നെയിം എന്ന് പറയുന്നത്, ആസ്പിരിൻ ഒരു കോമൺ നെയിം ആണ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ നെയിം. ഓക്കെ, അങ്ങനെയും ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ആസ്പിരിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ നോക്കേണ്ടത്, COOH ഗ്രൂപ്പും OCO-CH3 ഗ്രൂപ്പും അഡ്ജസന്റ് പൊസിഷനിൽ ബെൻസീൻ റിംഗിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ആസ്പിരിന്റെ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻസറും എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. നമുക്ക് മറ്റ് ക്ലാസ്സുകളിലൂടെ കാണാം. താങ്ക് യു.